ഫോർട്ട് കൊച്ചി നാളെ നോ പാർക്കിംഗ് സോണായി പ്രഖ്യാപിക്കുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ന്യൂസ് മലയാളത്തോട്. കൊച്ചിയിലേക്ക് 2 മണിയോടെ വാഹനങ്ങൾ എത്തുന്നത് തടയും. 7 മണിവരെ മാത്രമേ ആളുകളെ പ്രവേശിപ്പിക്കൂ. പരമാവധി വാഹനങ്ങൾ പൊതുഗതാഗതം ഉപയോഗിക്കണമെന്നും കമ്മീഷണർ ആവശ്യപ്പെട്ടു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചരിത്രത്തിൽ ആദ്യമായി ഫോർട്ട് കൊച്ചിയിൽ ഇത്തവണ 2 പപ്പാഞ്ഞികളാണുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് നിയന്ത്രണം ശക്തമാക്കിയിട്ടുമുണ്ട്. നമ്മളോടൊപ്പം ചേരുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറേ, 2 പപ്പാഞ്ഞികളാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര പോലീസുകാരെയാണ് വിന്യസിക്കുന്നത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്? അപ്പോൾ ഈ തവണ നമ്മൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ശരിയായ രീതിയിൽ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ സെലിബ്രേഷൻ എക്സ്പീരിയൻസ് നൽകാൻ വേണ്ടിയുള്ള മതിയായ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് നമ്മൾ പ്രോപ്പർ ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പബ്ലിക് സേഫ്റ്റി, നെക്സ്റ്റ് ട്രാഫിക് മാനേജ്മെൻറ്റ്, ക്രൗഡ് മാനേജ്മെൻറ്റ് ആണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ കുറേ വെഹിക്കുലർ ട്രാഫിക്കിൻ്റെ റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ മൂവ്മെൻറ്റ് കൂടെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വന്നു എന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ചെയ്യും. സാറേ, ഈ സമയ ക്രമീകരണം കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുണമായിരുന്നു. ആളുകളെ സംബന്ധിച്ച് എത്ര മണിക്ക് ഉള്ളിലേക്ക് വരണം, എത്ര മണിക്ക് വരെ വാഹനങ്ങൾ കടത്തിവിടും എന്നുള്ളത് കൂടി ഒന്ന് കൃത്യമാക്കിയിരുന്നാൽ. ഇപ്പം നമ്മൾ ഈ വൈപ്പിൻ ഭാഗത്ത് നിന്ന് റോറോല ഏകദേശം 4 മണി കഴിഞ്ഞിട്ട് വാഹനങ്ങൾ വിടത്തില്ല. അതുപോലെ തന്നെ 7 മണി കഴിഞ്ഞിട്ട് ആൾക്കാർ റോറോ സർവീസസ് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ ആ സമയം വരെ മാത്രമേ നമ്മൾ ആൾക്കാർ വിടുന്നുണ്ട്. മെയിൻ ലാൻഡിൽ നിന്ന് വരുന്ന ആൾക്കാർ, സിറ്റി ഭാഗത്തു നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് 2 മണി കഴിഞ്ഞിട്ട് ഈ BOT പാലം, തോപ്പുംപടി, മറ്റ് ഇടക്കൊച്ചി ആ ഭാഗത്തു നിന്ന് വരുന്ന അവിടെ നമ്മൾ വെഹിക്കുലർ ട്രാഫിക്കിൻ്റെ നിയന്ത്രണങ്ങൾ നമ്മൾ ചെയ്യും. അവിടെ കുറേ പാർക്കിംഗ് പ്ലേസസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതെല്ലാം ഫില്ലായി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ വാഹനങ്ങൾ ഡൈവേർഷൻ കൊടുക്കും. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് അവിടെ നല്ല രീതിയിൽ ലഭ്യമാക്കണമെന്ന് അവരെല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. KSRTCയുടെയും മറ്റ് പ്രൈവറ്റ് ബസ്സുകളുണ്ടാവും. ഫോർട്ട് കൊച്ചിയിലേക്ക് പ്രൈവറ്റ് ബസ്സുകൾ 5 മണി വരെ മാത്രമേ നമ്മൾ അനുവദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ബസ്സുകളോ അല്ലെങ്കിൽ KSRTC ബസ്സുകൾ കൊച്ചിൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് മാത്രമേ സർവീസസ് അവർ നൽകും. സോ രാത്രി തിരിച്ചു പോകാൻ വേണ്ടി പ്രൈവറ്റ് ബസ്സുകൾ, KSRTC ബസ്സുകൾ കൊച്ചിൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാവും. അതുപോലെ തന്നെ വൈപ്പിൻ ഭാഗത്ത് നിന്ന് കാലമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവിടെയും പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഫെസിലിറ്റി ഉണ്ടാവും. രാത്രി ഈ കൊച്ചി വാട്ടർ മെട്രോയുടെയും കൊച്ചി മെട്രോയുടെ എക്സ്റ്റൻഡഡ് സർവീസസ് നൽകാൻ വേണ്ടി അവരെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചി വാട്ടർ മെട്രോ രാവിലെ 4 മണി വരെ ഉണ്ടാവും. അതുപോലെ കൊച്ചി റെയിൽ മെട്രോ രാത്രി 2 മണി വരെ സർവീസസ് ഉണ്ടാവും. ഈ കത്തിച്ച ഉടൻ തന്നെ ആളുകൾ ഗ്രൗണ്ട് വിടേണ്ടതില്ല, ഏറെക്കുറെ പുലർച്ചെ വരെ നിൽക്കാം. അപ്പോൾ അങ്ങനെ ആരും നിർബന്ധിക്കുന്നത് ഒരു സാഹചര്യം ഒന്നുമില്ല. ആൾക്കാർ എത്ര സമയം വരെ അവർക്ക് നിൽക്കണമെന്നുണ്ടോ അത്ര സമയം വരെ നിൽക്കാം. ഈ പബ്ബുകളുടെ പ്രവർത്തനം രാത്രി 11 മണി വരെ ആയിരിക്കും നഗരത്തിൽ. സാധാരണ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തന്നെയാണ് അവർക്ക് അന്നത്തെ ദിവസം കൂടെ ഉണ്ടാവുന്നത്. അതെല്ലാം അവർ പാലിക്കണം. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ നഗരത്തിലാകമാനം പോലീസിൻ്റെ വലിയൊരു സേനയെ വിന്യസിച്ചിട്ടുമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 12 മണിക്ക് പപ്പാഞ്ഞിയെ കത്തിച്ചാൽ ഉടൻ തന്നെ ആളുകൾ അവിടെ നിന്ന് പോകേണ്ട ആവശ്യമില്ല. പകരം അവർക്ക് പുല്ലരിവോളം അവിടെ നിൽക്കാം. അതിനുള്ള അവർക്ക് തിരികെ പോകുന്നതിന് വേണ്ടി പൊതുഗതാഗതവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ഈ പറയുന്ന മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.